മനസ്സിലെ നിയന്ത്രണം വിജയത്തിലേക്കുള്ള ഗീതാപാഠം. എല്ലാവർക്കും നമസ്കാരം. അഞ്ജു സ്പിരിച്വൽ ജേണി എന്ന നമ്മുടെ ഈ പുണ്യ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവായിൽ നിന്നും ഒഴുകി വന്ന ഭഗവത്ഗീത എന്ന അമൃതവാഹിനിയിലെ ഒരു അത്യുജ്വല പാഠത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളെയും ചെറിയ ചെറിയ ആഗ്രഹങ്ങളെയും വിജയകരമായി സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു ദിവ്യ മന്ത്രമാണ് നമ്മുടെ ഭഗവത്ഗീത. പലപ്പോഴും നമ്മൾ വിജയത്തിനായി ലോകം മുഴുവൻ അലയുന്നു അല്ലേ? എന്നാൽ വിജയത്തിൻ്റെ താക്കോൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് മനസ്സിൻ്റെ നിയന്ത്രണം. എൻ്റെ മനസ്സ്, എൻ്റെ തേരാളി, എൻ്റെ വിധി. ഈ ജീവിതമാകുന്ന രഥം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സാകുന്ന തേരാളിയുടെ കഴിവിലാണ് നമ്മൾ ഇങ്ങനെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവൻ നമ്മെ സ്വർഗതുല്യമായ സന്തോഷത്തിലേക്ക് നയിക്കുന്നു, ചില സമയങ്ങളിലോ അഗാധമായ ദുഃഖത്തിലേക്കും തള്ളിവിടുന്നു അല്ലേ? എല്ലാ മനുഷ്യനും എപ്പോഴും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതുപോലെ തന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സാകുന്ന തേരാളിയാണ് അവനെ നിയന്ത്രിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് ഇങ്ങനെ പറയുന്നുണ്ട്: ഉദ്ധരോദാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ആത്മനോ ബന്ധുർ ആത്മൈവ രുബുദാത്മന. ഇത് ഭഗവത്ഗീതയിൽ അധ്യായം 6 ശ്ലോകം 5 പറയുന്നതാണ്. ഇതിലൂടെ അർത്ഥമാക്കുന്നത് നമ്മൾ സ്വയം ഉയർത്തണം, ഒരിക്കലും താഴെ ഇടരുത്. കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഒറ്റ ചങ്ങാതി, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ വലിയ ശത്രുവും. ഇതൊരു സാധാരണ വാക്കുകളല്ല കേട്ടോ, ജീവിതം മാറ്റിമറിക്കുന്ന വലിയൊരു സത്യമാണ്. ഇപ്പോൾ കെട്ടുപൊട്ടിച്ച കുതിരകളെ പോലെ അലഞ്ഞു തിരിയുന്ന നമ്മുടെ മനസ്സ് പലപ്പോഴും തടസ്സമാകാറുണ്ട് അല്ലേ? എന്നാൽ ഭഗവാന്റെ ദിവ്യരഥത്തിലെ കുതിരയെപ്പോലെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനു കഴിയും? ആ വിജയരഥത്തെ ലക്ഷ്യത്തേക്ക് കൃത്യമായി എത്തിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും അല്ലേ? ഈ മനസ്സിനെ നിയന്ത്രിച്ച് നമുക്ക് പോകുമ്പോൾ നമുക്ക് വളരെയേറെ വിജയം കൈവരിക്കാൻ കഴിയും. എന്നാൽ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു മനസ്സാണ് കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ ശത്രുവുമാവും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും അവനെ ലക്ഷ്യത്തിൽ നിന്നും ദൂരെയാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഭഗവാനിൽ അർപ്പിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നവന് മനസ്സ് ഏറ്റവും വലിയ മിത്രമായി മാറുന്നു. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും വളരെ വിജയം കൊണ്ടുവരികയും അവനെ ഉന്നതിയിലേക്ക് നയിക്കുകയുമാണ് ഈ മനസ്സ് ചെയ്യുന്നത്. ഗീതയുടെ ദിവ്യശാസ്ത്രം ആന്തരിക ശക്തിയുടെ ഉണർവ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ഒരു തപസ്സാണ്. ഗീതയുടെ ദിവ്യശാസ്ത്രം ആന്തരിക ശക്തിയുടെ ഉണർവ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് ഒരു തപസ്സാണ് എന്ന് ഭഗവാൻ പറയുന്നു. അവിടുന്ന് ഉറപ്പ് നൽകുന്നു: അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണച ഗൃഹ്യതേ. അതായത് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് സ്ഥിരമായ പരിശീലനത്തിലൂടെ ആസക്തികളെ ഉപേക്ഷിക്കുന്നതിലൂടെയും മനസ്സിനെ വരുതിയിലാക്കാൻ സാധിക്കും എന്നാണ്. നമ്മുടെ മനസ്സൊരു മാന്ത്രിക വടിയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു നദിക്ക് അണക്കെട്ട് അതിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് പോലെ ചിട്ടയായ സാധനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് വരുതിയിലാക്കാം. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഓരോ ദിവസവും ഭഗവാനെ ധ്യാനിച്ച് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുക. ഈ യാത്രയിൽ നമുക്ക് ഇങ്ങനെ നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം ചെയ്ത് മനസ്സിനെ നല്ലത് മാത്രമായി ചിട്ടപ്പെടുത്തി നിയന്ത്രിച്ചു കൊണ്ടുവരാം. ഗീതാപാഠത്തിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഉന്നത വിജയത്തിലേക്ക്, നമ്മുടെ ഉന്നതമായ ജീവിത വിജയത്തിലേക്ക് കടന്നു കയറാം എന്ന് നമുക്ക് നോക്കാം. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കർമ്മയോഗം. മനസ്സിൻ്റെ ചാഞ്ചല്യം ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയാണ് കർമ്മയോഗം കേട്ടോ. 2-ാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്: കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർ ദുർമാ ദേ സംഗോസ്ത കർമ്മണി. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, കർമ്മം ചെയ്യാനേ നിനക്ക് അധികാരമുള്ളൂ, അതിൻ്റെ ഫലത്തിൽ ഒരിക്കലും നിനക്ക് അധികാരമില്ല. കർമ്മഫലത്തിന് നീ കാരണമാകരുത്, കർമ്മം ചെയ്യാതിരിക്കരുത് എന്നാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ഫലത്തെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നത് അല്ലേ? ഈ ജോലി ചെയ്താൽ എന്ത് കിട്ടും? വിജയിക്കുമോ തോൽക്കുമോ? ഈ ചിന്തകൾ നമ്മുടെ ശ്രദ്ധയെയും ഊർജ്ജത്തെയും ചോർത്തെടുത്ത് കളയും. ഗീത നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ?
നമ്മൾ നമ്മുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ്. ഫലം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഈ മനോഭാവം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് ഗീതാപാഠത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു കർഷകനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വിത്ത് വിതയ്ക്കുന്നു, നനയ്ക്കുന്നു, അതിന് വളം ഇട്ട് കൊടുക്കുന്നു. പിന്നെ അവസാനം അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട്, ഫലം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ കർമ്മം നമ്മൾ നല്ല വൃത്തിയോടെ ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അത് ദൈവത്തിൻ്റെ കയ്യിലാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഗീതാപാഠത്തിൽ അടുത്തതായി പറയുന്ന ഒന്നാണ് ജ്ഞാനയോഗം. അറിവിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, ശരിയായ അറിവ് നേടുക എന്നതാണ് ഇതിൽ പറയുന്നത്. 4-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, നാഹി ജ്ഞാനേന സദൃശ്യം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. അതായത് ഈ ലോകത്ത് ജ്ഞാനത്തിന് തുല്യമായി ഒരു ശുദ്ധീകരണവുമില്ല. യോഗത്തിൽ സിദ്ധിച്ചവൻ കാലക്രമേണ ആത്മജ്ഞാനം തന്നിൽ തന്നെ കണ്ടെത്തുമെന്നാണ്. ഓരോ വ്യക്തിക്കും സ്വന്തം ഉള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണെന്നും ഇത് പഠിപ്പിക്കുന്നു. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമായി ജ്ഞാനത്തെ ഗീത ഇവിടെ ഉയർത്തിക്കാട്ടുന്നു. മറ്റൊരു മാർഗമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പവും ശക്തവുമായ മാർഗങ്ങളിലൊന്നാണ് ഭക്തിയോഗം. നമ്മുടെ 12-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്, മയേവാ മന ആദസ്യ മയി ബുദ്ധി നിവേശയ നിവസിഷ്യസി മയേവ അതേ ഊർദ്ധം ന സംശയ. ഇതിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന അർത്ഥം എന്തെന്നാൽ, നിന്റെ മനസ്സിനെ എന്നിൽ ഉറപ്പിക്കുക, നിന്റെ ബുദ്ധിയെ എന്നിൽ ലയിപ്പിക്കുക, ഇതിനുശേഷം നീ എന്നിൽ തന്നെ വസിക്കും, സംശയമില്ല എന്നാണ്. ഇത്രയും മനോഹരമായി ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു വിഷയം അത്യാവശ്യമാണ് അല്ലേ. അതെപ്പോഴും ബാഹ്യ വിഷയത്തിൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുമ്പോൾ അതെപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ഈശ്വരനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിനെ അങ്ങേയറ്റത്തെ സമാധാനം നൽകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ മന്ത്രം ജപിക്കുമ്പോഴോ കീർത്തനം ചൊല്ലുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ ഇതിലൂടെല്ലാം ഈശ്വരനുമായി ബന്ധം സ്ഥാപിക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനെ, ഉണ്ണിക്കണ്ണനെ കാണാൻ പോവുകയാണ്. ആ സമയത്ത് നമുക്ക് വളരെ കൃഷ്ണനെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെ ഒരു സന്തോഷം തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഭഗവാനിൽ മന്ത്രം ജപിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഈ വിഷയങ്ങളിലെല്ലാം തെന്നി മാറി നമുക്ക് ഒരു സമാധാനമായ മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈ ഗീതാപാഠങ്ങൾ വെറും ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭൗതിക ജീവിതത്തിനും വിജയത്തിനായി ഇത് വളരെ വലിയൊരു വഴി ഒരുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഗീതാപാഠങ്ങളെല്ലാം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ശാന്തമായ മനസ്സോടെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഇത് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ അനാവശ്യ ചിന്തകളും ഉത്കണ്ഠകളും ഇല്ലാതാക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ സമചിന്തകളോടെ നേരിടാൻ നമ്മുടെ മനസ്സിന് കഴിയുമെന്നാണ് പറയുന്നത്. അവസാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ വിജയത്തിൻ്റെ താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെയാണെന്നാണ്. നമ്മൾ കണ്ടതുപോലെ കർമ്മയോഗത്തിലൂടെയും ജ്ഞാനയോഗത്തിലൂടെയും ഭക്തിയോഗത്തിലൂടെയും ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് കേവലം ആത്മീയ പാഠങ്ങൾ മാത്രമല്ല കേട്ടോ, മറിച്ച് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിജയത്തിലേക്കുള്ളൊരു പ്രായോഗിക വഴി കൂടിയാണെന്ന് നിങ്ങളേവരും മനസ്സിലാക്കണം. ഓരോ പ്രവൃത്തിക്കും ഒരു അർപ്പണബോധത്തോടെ ചെയ്യുമ്പോൾ ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമ്മെ വിട്ടുപോകും. അറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മനസ്സ് തെളിയുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ നീങ്ങുകയും വ്യക്തമായൊരു ലക്ഷ്യബോധം കൈവരികയും ചെയ്യും കേട്ടോ. ഭക്തിയുടെ ശക്തിയാൽ ഈശ്വരനിൽ ശരണം പ്രാപിക്കുമ്പോൾ ആന്തരികമായ ഭയങ്ങളെയും ആശങ്കകളെയും അതിജീവിച്ച് നമുക്ക് ധൈര്യശാലികളായി മുന്നേറാൻ സാധിക്കുന്നു എന്നാണ് ഗീതാപാഠം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹീയമായ ഒരു യാത്രയിലൂടെ നിങ്ങൾ കടന്നു പോകട്ടെ. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതായിരിക്കാം, പക്ഷേ അതിലേക്ക് എത്താനുള്ള വഴികൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിനും ഈശ്വരാനുഗ്രഹത്തിനുമാണ് ഉള്ളത്. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി കേട്ടോ. മനസ്സിൽ നല്ല ചിന്തകൾ മാത്രം നിറയ്ക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. നിങ്ങളുടെ പ്രയത്നങ്ങൾ ഒരിക്കലും പാഴാവില്ല കേട്ടോ.
നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഓരോ ദിവസവും അനുഗ്രഹീതമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഇടാവുന്നതാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. നന്ദി.